കോംപ്രമൈസ് ടോക്കിന് ഞാൻ വിളിച്ചാ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല അല്ലേ? സുധ വിളിച്ച നാരായണൻ വരും, വക്കീൽ നാരായണൻ വരില്ല. അതെന്താ? ജോലി വേറെ വീട് വേറെ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സുധേ. ശരി, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കോംപ്രമൈസ് ടോക്കിന് വരുന്നുണ്ടോ ഇല്ലേ? എൻ്റെ ക്ലയൻറ്റ് ഇപ്പോൾ വരും, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം പറയാം. എന്താണ് വക്കീൽ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? മോഹനുമായിട്ടൊരു കോംപ്രമൈസ് ടോക്കിന് നമ്മൾ കൊണ്ടുവരും ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കോംപ്രമൈസ് ടോക്കോ? അവൾ അബോർഷൻ സമ്മതിച്ചോ? നോക്കിയിരുന്നോ, ഇപ്പൊ നടക്കും. പിന്നെ എന്തോന്ന് കോംപ്രമൈസ്? സ്വന്തം കെട്ടിയവനെ 10-20 കൊല്ലം ജയിലിടണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും. നമുക്ക് കാണാം ആരാ ജയിലിൽ പോകുന്നതെന്ന്. പിന്നെ വക്കീലേ, നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോ എതിർഭാഗത്തു നിന്നുള്ള ആൾക്കാർ എന്തിനാണ് ഈ കേട്ടിരിക്കുന്നത്? ഇത് എന്റെ വീടാ, എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ നിൽക്കും. വക്കീലേ, കേസിന്റെ കാര്യങ്ങളൊന്നും വിശ്വസിച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലമല്ലത്. ചാരന്മാരുണ്ട്. പിന്നെ നിങ്ങളുടെ കേസിന് ചാരപ്പണി നടത്തിയിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേസ് ജയിക്കാൻ. ഒന്ന് പോ മനുഷ്യ. അത് പോട്ടെ വക്കീല്, ഇത് പറ, എന്താ കോംപ്രമൈസ്? എന്ത് കോംപ്രമൈസ് ആണെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അവിടെ ചെന്നാൽ അവരുടെ വക്കീൽ എങ്ങനെയാണെന്നും വക്കീലിനോട് ഇവർ തന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ തൻ്റെ ആഗ്രഹം പോലെ ആവണി കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? അങ്ങനെ കുഞ്ഞിനെ വേണ്ടാന്ന് നോക്കാൻ 1% ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറാവും. സാധ്യതയുണ്ട്, നമുക്ക് പോകാം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് മതി. നമുക്കൊരു വെയിറ്റ് വേണ്ടേടോ. വേണം വേണം, വെയിറ്റ് വേണം. വെയിറ്റ് ഇട്ടിട്ടൊരു പരിപാടിയും വേണ്ട. മതി അമ്മ. ആവണി, നീ എന്താ മോഹന് വിളമ്പാത്ത? സാരല്ലോ, ഞാൻ ഇവിടെ നിൽക്കോളാം. ആ, അത് ശരിയല്ലല്ലോ. മോഹന് വിളമ്പി കൊടുക്കാവണി. ഏട്ടത്തേക്ക് ബുദ്ധിമുട്ടാണേ ഞാൻ വിളമ്പാ അമ്മ. വേണ്ട മോളെ, ആവണി വിളമ്പും.